നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജനുവരി മാസത്തെ മൂലം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. അപ്പോൾ പുതിയ വർഷത്തിൽ ആദ്യത്തെ മാസം തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ മൂലം നക്ഷത്രക്കാർക്ക് യോഗമുണ്ട്. എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുക്കൂറാണ്. ധനുക്കൂറിൻ്റെ അധിപതിയായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ 6ാം ഭാവത്തിൽ ശത്രുസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ശത്രുദോഷത്തിന് കുറവുണ്ടാവുമെങ്കിലും കുറച്ച് കാര്യതടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം 5ാം ഭാവാധിപതിയായിരിക്കുന്ന ചൊവ്വ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് മാനസികമായി കുറച്ച് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നല്ല സഹായങ്ങൾ കിട്ടാൻ യോഗമുള്ള സമയമാണ്. സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട്. എങ്കിൽ പോലും ശത്രു സ്ഥാനാധിപതി നിൽക്കുന്നത് 3ാം ഭാവത്തിലായത് കാരണം സഹായിക്കുന്നവരുടെ ഭാഗത്തു നിന്ന് തന്നെ ശത്രുത പോലെയുള്ള അല്ലെങ്കിൽ അപ്രിയമായിട്ടുള്ള പെരുമാറ്റം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കാനുള്ള യോഗമാണ്. വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീത സ്വഭാവം, സന്തോഷിക്കുമ്പോൾ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. ലഗ്നത്തിൽ നിപുണായോഗം ചെയ്ത് ആദിത്യനും ബുധനും നിൽക്കുന്ന കാരണം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. എന്നാൽ പോലും ഭാതകാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നത് കാരണം തലയ്ക്കുള്ള രോഗങ്ങൾ, തലവേദന പോലെയുള്ള രോഗങ്ങൾ, മറവി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതേപോലെ കാലിൻ്റെ മുട്ടിന് വേദന, കൈകൾക്ക് വേദന, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. അടിവയറ് സംബന്ധമായിട്ടോ നടുവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ സംഭവിക്കാനുള്ള യോഗം കൂടിയുണ്ട്. എന്തായാലും കർമാധിപതി നിപുണായോഗം ചെയ്ത് ഭാഗ്യ കർമാധിപന്മാർ ലഗ്നത്തിൽ തന്നെ നിൽക്കുന്നത് കാരണം ചെയ്യുന്ന തൊഴിലിൽ ഭാഗ്യം അനുഭവിക്കാനും നേട്ടങ്ങൾ ഉണ്ടാക്കാനും യോഗമുള്ള സമയമാണ്. പക്ഷേ ദൈവാധീനക്കുറവുള്ളത് കൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ രാഹുകേതുക്കളുടെ ഒരു ബന്ധനാവസ്ഥ വീടിനെ സംബന്ധിച്ചും തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളതുകൊണ്ട് നാഗപൂജ ചെയ്യുക. അതേപോലെ തന്നെ അല്ലെങ്കിൽ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജയും രാഹു പൂജയും ചെയ്യുക. നല്ല പ്രാർത്ഥനയുണ്ടാകണം. ലഗ്നാൽ ദുരിത ഭവനാധിപതിയായിട്ട് 5ാം ഭാവാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം കൊണ്ട് അത് പൂർവ്വപുണ്യക്ഷയം പോലെയുള്ള കാര്യങ്ങൾ അനുഭവിക്കാനും അതുകൊണ്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും ദുരിതം വർദ്ധിക്കാനുമുള്ള സാധ്യതയാണുള്ളത്. അത് പരിഹാരമായിക്കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി, നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യാനായിട്ടും നല്ല പ്രാർത്ഥന ഉണ്ടാകാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വരുന്ന 21-ാം തീയതി ചൊവ്വ നീചാവസ്ഥയിൽ നിന്നും മാറി വക്രത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ വക്രത്തിൽ വരുമ്പോൾ ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ നിൽക്കുന്ന അത്ര നല്ലതല്ല. അത് ദാമ്പത്യ സുഖക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതേപോലെ തന്നെ പുതിയ പ്രേമബന്ധങ്ങൾ ഉണ്ടാകും. പ്രേമബന്ധങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും. ചെറിയ കലഹം പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വിപരീതമായിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകാനും യോഗമുള്ള സമയമായത് കാരണം കൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല വഴിപാട് ചെയ്യുക, നല്ല പ്രാർത്ഥന ഉണ്ടാകണം. ഈ രീതിയിൽ നല്ല പ്രാർത്ഥന, വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ തടസ്സങ്ങളില്ലാതെ അനുകൂലമായിട്ട് ഈ മാസത്തിൽ മൂല നക്ഷത്രക്കാർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്തായാലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും പാൽപ്പായസം മുതലായിട്ടുള്ള വഴിപാടൊക്കെ ചെയ്യണം. സുദർശന പുഷ്പാഞ്ജലി ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മാസത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകാനായിട്ട് മൂലം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.